സാംസങ്ങിന് സിവിൽ സ്കോർ വിഷയമില്ല. സിവിൽ സ്കോറും വിഷയമില്ല, നമുക്ക് ദൂരപരിധി വിഷയമില്ല. ദൂരപരിധി ദൂരെയുള്ളവർക്കും കൊടുക്കാം. ജില്ലയിലുള്ള എവിടെ ആർക്ക് വേണം കൊടുക്കാം. അങ്ങനെ ഉണ്ടല്ലേ? അങ്ങനെയുണ്ട്. കേരളം വിട്ടും നമുക്ക് കൊടുക്കാം. ഓ, സാംസങ്ങിന്റെ ബജാജിന് ദൂരപരിധി ഉണ്ട് 25 കിലോമീറ്റർ വരെ. 25 കിലോമീറ്റർ വരെ പരിധി ഉണ്ടല്ലേ? അതിനെങ്ങനെയാ അതിന്റെ ഒരു പ്രോസസിങ് എന്തൊക്കെയാ വേണ്ടത്? നമ്മള് ഒരു കസ്റ്റമർ വരുവാണെങ്കിൽ സിവിൽ സ്കോർ ചെക്ക് ചെയ്യാനാണെങ്കിൽ ആധാർ കാർഡുമായിട്ട് വന്നാൽ മതി. നമ്മൾ ചെക്ക് ചെയ്തിട്ട് ഇപ്പൊ ബജാജിന്റെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പറയും. ബജാജിനാണെങ്കിൽ ഒപ്പോ സാംസങ് ഏത് ഫോൺ വേണമെങ്കിലും എടുക്കാം. സാംസങ്ങിന്റെ EMIക്ക് സാംസങ്ങിന്റെ ഫോൺ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. സാംസങ് കൊടുക്കുന്ന അത് പിന്നെ അവരുടെ ഓൺ ഫിനാൻസ് ആയതുകൊണ്ട് അത് മാത്രമേ കൊടുക്കൂ. ഇത് മൊബൈൽ സ്റ്റാൻഡ് കാറിന്റെ വരുന്നതുകൊണ്ട് ബൈക്കിന്റെ വരുന്നതുകൊണ്ട്. ഇത് വരുന്നത് കാറിന്റെ ഒരു മോഡലാണ്. ഫസ്റ്റ് ഷോറൂമിന്റെ ഉദ്ഘാടനം ഇന്ന് തന്നെയല്ലേ? അപ്പൊ ഇന്നത്തെ ഫസ്റ്റ് സെയിൽ നടക്കട്ടെ. പിന്നെ ഇതുണ്ട്. ഇത് ടച്ച് ഫോൺ സ്റ്റാർട്ടിംഗ് ഒരു മോഡലാണ്. ഇതൊരു 6000 രൂപ റേഞ്ച് വരും. ഐറ്റൽ എന്ന് പറയും. ഇത് ഐറ്റൽ മെയ്ഡ് ഇൻ ഇന്ത്യ അല്ലേ? അതെ. റിയൽമി ഉണ്ട്, റെഡ്മി ഉണ്ട്, പോക്കോ, വിവോ, സാംസങ്, ഒപ്പോ. ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കട്ടപ്പനയിലെ ഒരു പുതിയ ഗാലക്സി മൊബൈൽസിൻ്റെ പുതിയൊരു ഷോപ്പ് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ന്യൂ ഗാലക്സി എന്നാണ് ഷോപ്പിൻ്റെ പേര്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. കറക്റ്റ് ലൊക്കേഷൻ പറയുന്നത് കട്ടപ്പന സഹകരണ ആശുപത്രി ഉണ്ട്. സഹകരണ ആശുപത്രിയുടെ നേരെ മുൻവശത്താണ് ഇതാണ് കാണുന്നതാണ് സഹകരണ ആശുപത്രി. ബസ് സ്റ്റാൻഡിലോട്ട് പോകുന്ന വഴിയാണ് സഹകരണ ആശുപത്രി. ഇവിടെയൊക്കെ ഉള്ളവർക്കറിയാം. അപ്പം അതിൻ്റെ നേരെ മുൻവശത്താണ് ഗാലക്സി മൊബൈൽസിൻ്റെ ന്യൂ ഗാലക്സി മൊബൈൽസ് എന്ന് പറഞ്ഞ ഒരു മൊബൈൽ ഷോപ്പ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ വിലകൾ, കാര്യങ്ങൾ എങ്ങനെയാണ്, അവരുടെ ഓഫറുകൾ ഉള്ള EMI ഒക്കെ ഇട്ട് ഇവർ ഒരുപാട് ഫോണുകളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ, ആക്സറീസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം നമുക്ക് ഇവരോട് തന്നെ എല്ലാ കാര്യങ്ങളും നമ്മുടെ കൂടെ ഒന്ന് സഹായിക്കാൻ ഒരാളുണ്ട്. ആളെ ഒന്ന് പരിചയപ്പെടാം. ഇതാണ് നമ്മളെ വീഡിയോ സഹായിക്കുന്ന ആള്. എൻ്റെ പേരെന്നാ? അനൂപ് അല്ലേ? അപ്പൊ നമുക്ക് ഇവിടുത്തെ ഓഫറുകൾ, കാര്യങ്ങളെ പറ്റിയൊക്കെ നമുക്ക് പ്രേക്ഷകരായിട്ട് നമുക്ക് വെച്ചാലോ? നമ്മുടെ ഷോറൂം ഇന്ന് ഉദ്ഘാടനം ആയതേ ഉള്ളൂ. അതെ. ഇന്ന് ഉദ്ഘാടനം അല്ലേ? ഉദ്ഘാടനം കഴിഞ്ഞേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇതന്നെ ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഇത് വിവോയുടെ ഫോണാണ്. ഇതിവിടെ സെല്ലിംഗ് ആണ്. ഇപ്പൊ സെയിൽ ആയതാണ്. ഫസ്റ്റ് സെയിലല്ലേ? ഫസ്റ്റ് സെയിലാ. ഓക്കെ. അപ്പൊ നമുക്ക് അതിന്റെ കാര്യങ്ങൾ, ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറഞ്ഞാലോ? ഇത് വിവോ Y16 എന്ന് പറഞ്ഞ മോഡലാണ്. 3GB RAM, 64 വരുന്ന 5000 mAh ബാറ്ററി കൂട്ടി വരുന്നതാണ്. ഇത് വിവോയുടെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ്. ഇതിപ്പോ എന്നാ വില? ഇത് 10500. 10500 അല്ലേ? ഇത് നമ്മുടെ ഇവരെല്ലാം എടുക്കുന്നേ. എന്നാ ഇവരുടെ പേരറിയോ? നാം കൈ ലാൽ സിംഗ്. അതെ, ശരി. അപ്പോൾ ഗാലക്സി മൊബൈൽസിലെ ഫസ്റ്റ് സെയിലാണ് നടക്കുന്നത്. ന്യൂ ഗാലക്സി മൊബൈൽസ് പുതിയ ഷോറൂമിലെ ഫസ്റ്റ് സെയിൽ. ഓക്കെ. അപ്പോൾ നമുക്കിനി മൊബൈൽ സ്റ്റാൻഡുകളൊക്കെ ഒന്ന് കാണണ്ടല്ലോ. ഇത് മൊബൈൽ സ്റ്റാൻഡ് കാറിന്റെ വരുന്നതുകൊണ്ട് ബൈക്കിന്റെ വരുന്നതുകൊണ്ട്. കാറിന്റെ ഇത് വരുന്നത് കാറിന്റെ ഒരു മോഡലാണ്. കാറിന്റെ അല്ലേ? ഇങ്ങനെ ഇത് ഒട്ടിച്ചു വെക്കുന്നത്. അതിലോട്ട് ലോക്ക് ചെയ്ത് ഇവിടെ അടി ഒട്ടിച്ചു വെക്കും അല്ലേ? ഇത് അകത്ത് ഒട്ടിച്ചു വെക്കുന്നത്. പിന്നെ വേറെ ടൈപ്പ് വരുന്ന ഏതാ? വേറെ ഇതാ ബൈക്കിന്റെ അല്ലേ? ഇതൊക്കെ എന്നാ ലോക്ക് ചെയ്ത് വെക്കും. അതെ, ലോക്ക് ചെയ്ത്. ഇത് എന്നാ വില വരുന്ന? ഇതും ഒരു 1000, 500 ആ റേഞ്ച് വരുന്ന അല്ലേ? ഇതിനകത്ത് ഒത്തിരി മോഡലുകളുണ്ട്. ഇതൊക്കെ ഏകദേശം എന്നാ റേറ്റ് വരും? ഏറെക്കുറെ ഒരു 500-നും 1000-നും ഇടയ്ക്കായിട്ട്. ചിലത് കുറവും വരും. ഒരു 400 ആ റേഞ്ച് തൊട്ടുണ്ട് അല്ലേ? 400 തൊട്ടൊക്കെ സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഒരു 1000 വരെ അങ്ങനെയുള്ള. പിന്നെ ഇത് OTG കേബിൾ, OTG ആണ്. ഇത് പലതരം. ഇത് ലൈനിങ്ങിനെ ഉണ്ട്, C ടൈപ്പ് ഉണ്ട്, V8 ഉണ്ട്. അതിന്റെ എല്ലാ ടൈപ്പും ഉണ്ട് OTG.
പിന്നെ ഇങ്ങോട്ട് വരുന്നത് ഇങ്ങോട്ട് വരുമ്പോ പിന്നെ ഇതെല്ലാം ചാർജർ, ഇതെല്ലാം ചാർജർ, കാർ ചാർജർ ഉണ്ട്, പിന്നെ സാധാ നോർമൽ ചാർജർ, കീപാഡ് ഫോണിന്റെ ചാർജർ മുതൽ വലിയ ഫോണുകളുടെ ചാർജർ വരെ ഉണ്ടല്ലേ. നമുക്ക് അപ്പുറത്തോട്ട് നോക്കാം. ഇതൊക്കെ വരുമ്പോ ഡുവൽ പോർട്ടിന്റെ ചാർജ് വരുന്ന 2 പോർട്ട് വരുന്ന ചാർജർ വരുന്നത്. ഇതൊക്കെ എത്ര ആമ്പ് വരുന്ന? ഇത് 18 വാട്ട്. ഇതിന്റെ പിന്നെ ബ്രാൻഡഡ് സാധനങ്ങൾ വേറെ ഉണ്ട്, റെഡ്മി പോലുള്ള സാധനങ്ങൾ വേറെ ഉണ്ട് അല്ലേ. ഇതൊക്കെ എന്നാ റേറ്റ് വരും? ഇത് വരുമ്പോ ഒരു 400 രൂപ. നമുക്ക് അടുത്ത പിന്നെ ചെറിയ ഫോണുകളൊക്കെ ഇഷ്ടം പോലെ. കീപാഡ് എല്ലാം ഉണ്ട്, നോക്കിയ ഉണ്ട്, ജിയോ ഉണ്ട്, ജിയോയുടെ ഉണ്ട്. ജിയോയുടെ 2000 രൂപ വരും. 2000 രൂപ അല്ലേ. പിന്നെ ഇതുണ്ട്, ഇത് ടച്ച് ഫോൺ സ്റ്റാർട്ടിംഗ് ഒരു മോഡലാണ്, ഇതൊരു 6000 രൂപ റേഞ്ച് വരും. ഐറ്റൽ എന്ന് പറയും. ഇത് ഐറ്റൽ മെയ്ഡ് ഇൻ ഇന്ത്യ അല്ലേ? അതെ. മെയ്ഡ് ഇൻ ഇന്ത്യൻ കമ്പനി. ഒരു 6000 രൂപ റേഞ്ച് വരും. ഇതെങ്ങനെയാ ഇതിന്റെ സ്പെസിഫിക്കേഷൻ? ഇത് 2GB റാം, 32 മെമ്മറി. അപ്പൊ ബാറ്ററി എംഎച്ച് കുറച്ച് കുറവാണ്, ഒരു 3000 mAh ഒക്കെ വരും. പ്രൈസ് അത്രയും കുറവായതുകൊണ്ട് അതിന്റെ സ്പെക്കും അത്രയും കുറവായിരിക്കും. പിന്നെ ചെറിയ ഹാൻഡ്സെറ്റുകൾ, ചെറിയ ഫോണുകൾ. ഇത് 1000 രൂപ തൊട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കവർ സെക്ഷനാ. ഇത് ഫ്ലിപ്പ് കവർ ആണ്, ഈ അടയ്ക്കുന്ന ടൈപ്പ്. ഇത് ഒരു മോള് കാണിച്ചു തരാം. ഇങ്ങനെ ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന കവറാ ഇത്. ഈ സെക്ഷൻ ഇത് 250 രൂപ വരും. ഈ സെക്ഷൻ മൊത്തം അതാണ്. പിന്നെ ബാക്കി നോർമൽ കേസുകളാ. ഇത് ഇവിടെ ഇങ്ങോട്ട് എല്ലാം സാധാ നോർമൽ. അതൊക്കെ ഏകദേശം റേറ്റ് ഒക്കെ വരും. അത് 150ന്റെ ഉണ്ട്, 200ന്റെ ഉണ്ട്. 150-200 ആ റേഞ്ചാ. ഐപാഡിന്റെ കവറുകളല്ലേ അത്. പിന്നെ ബോക്സ്, ചെറിയ ബോക്സ്, അതൊക്കെ എന്നാ റേറ്റ് വരും? അതും ഒരു 1000 രൂപ റേഞ്ച്. അതെ അല്ലേ. ഇത് നമ്മുടെ സർവീസ് ഏരിയ ആണ്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഫുള്ള് ഈ 2 സെക്ഷൻ കവറാ, ഫുള്ള് കവറാണ്. അതായത് എല്ലാ മോഡൽസിന്റെയും കവറുണ്ട്. നമ്മുടെ റെഡ്മി, റിയൽമി, പോക്കോ, നാർസോ എല്ലാ മോഡലിന്റെയും കവർ. എല്ലാ മോഡലും ഏത് ടൈപ്പും ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുമ്പോൾ ഇത് മെയിൻ ആയിട്ടും ബ്രാൻഡഡ് ഐറ്റംസ് ആണ് കൂടുതലായിട്ട് കിടക്കുന്നത്. നമ്മുടെ റെഡ്മി, പിന്നെ കോറുണ്ട്, ബോട്ട്, അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇവിടെ. കേബിള്, ഡേറ്റ കേബിളുകളുണ്ട്, ഹെഡ്ഫോൺ ഉണ്ട്, പിന്നെ ബ്ലൂടൂത്ത് വയർലെസ് ഹെഡ്ഫോണുകളുണ്ട്. അതിന്റെ ഒരു സെക്ഷൻ. പിന്നെ മെമ്മറി കാർഡ്, പെൻഡ്രൈവ്. മെമ്മറി കാർഡ് ഒക്കെ എന്നാ റേറ്റാ? മെമ്മറി കാർഡ് 4GB ഒക്കെ വരുമ്പോ ഒരു 300, 250 ആ റേഞ്ച്. ഇത് റൈമോ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിന്റെ ആണ് സാധനങ്ങള്. അപ്പം അതിന്റെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ചാർജർ ഉണ്ട്, ഡേറ്റ കേബിൾ ഉണ്ട്, ഹെഡ്സെറ്റ് ഉണ്ട്, ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഉണ്ട്, എല്ലാവിധ സാധനങ്ങളും. പിന്നെ ഇവിടെ കീബോർഡ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അതായത് കമ്പ്യൂട്ടർ സംബന്ധമായ സാധനങ്ങൾ, കീബോർഡ്, മൗസ് എല്ലാം ഉണ്ട്. ഇവിടെ പവർ ബാങ്ക്, വാച്ച്, പിന്നെ കുറച്ച് കേബിളുകൾ. ഇത് വരുമ്പോ ഐക്യൂന്റെ Z6 ലൈറ്റ് 5G എന്ന് പറഞ്ഞൊരു മോഡലാ. ഇത് വിവോയുടെ തന്നെ കമ്പനിയാണ് ഐക്യു. ഇത് വരുമ്പോ 6GB റാം, 128 മെമ്മറി വരുന്ന മോഡലാണ്. ഏറെക്കുറെ ഒരു 17-18 ആ റേഞ്ച്. ഐക്യുവിന്റെ വേറെ കുറെ മോഡലുണ്ട്. ഇത് നിർത്തിക്കൊണ്ട് പറഞ്ഞാലും ഇത് Z6 Pro, Z6. അതിന്റെ അകത്ത് 5G മോഡലും ഉണ്ട്, 4G മോഡലും ഉണ്ട്. പിന്നെ ഇത് ഒപ്പോടെ കേട്ടൺ സീരീസ്. ഇത് ഓൺലൈൻ സീരീസ് ആണ്. ഇത് 6GB റാം വരുന്നത്. ഇത് ഇരിക്കുന്ന എല്ലാം 5G ഫോണാണ്. പിന്നെ റിയൽമിയുടെ 10 Pro, ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായ 10 Pro ഉണ്ട്. 9 സ്പീഡ് എഡിഷൻ ഉണ്ട്, 9i. പിന്നെ റിയൽമിയുടെ ഒട്ടുമിക്ക എല്ലാ മോഡലുകളും തന്നെ ഉണ്ട്. പോക്കോയുടെ എല്ലാ മോഡലുകളും ഉണ്ട്. കുറച്ച് ഇൻഫിനിക്സ് ഒക്കെ ഇരിപ്പുണ്ടല്ലോ. ഇൻഫിനിക്സും ഉണ്ട്. പിന്നെ ഇത് സാംസങ്ങിന്റെ സെക്ഷനാണ്. സാംസങ്ങിന്റെ 5G ഫോൺ ഉണ്ട്. പിന്നെ ബാക്കി ഇരിക്കുന്ന എല്ലാം ഒരു ഇപ്പൊ നമുക്ക് നിലവിലിരിക്കുന്ന ഒരു 10,000-നും 20,000 ഇടയ്ക്കുള്ള ഫോണുകളാണ്. ഇത് പിന്നെ ഒപ്പോയുടെ സെക്ഷനാണ്. ഒപ്പോടെ നമുക്ക് എല്ലാ മോഡലുകളും, അത്യാവശ്യം എല്ലാ മോഡലുകളും തന്നെ ഉണ്ട്. ഇനി കുറച്ച് മോഡലുകൾ വരാനും ഉണ്ട്. ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞാലോ? ഇത് റെഡ്മിയുടെ നമുക്ക് വരുമ്പോഴത്തേക്ക് 8,000 രൂപ മുതൽ ഒരു 25,000 രൂപ വരെയുള്ള ഫോണുകൾ ഉണ്ട്.
റെഡ്മിയുടെ അത്യാവശ്യം എല്ലാ മോഡലുകളും തന്നെ നമുക്കുണ്ട്. ഉണ്ടല്ലേ? ആ. ഓക്കെ ഓക്കെ. പിന്നെ ഇത് വിവോ മുമ്പേ പറഞ്ഞ പോലെ തന്നെ 8000 രൂപ സ്റ്റാർട്ടിങ് വരുന്നത്. 8000 സ്റ്റാർട്ടിങ് വരുന്നത്. അതിപ്പോ നമുക്ക് നിലവിൽ ഇരിക്കുന്നത് ഒരു 30,000 രൂപ റേഞ്ച് വരെയുള്ള ഫോണുകളെല്ലാം ഇരിപ്പുണ്ട്. പിന്നെ ഇത് റെഡ്മിയും നാർസോ എന്ന് പറഞ്ഞൊരു മോഡലാണ്. നാർസോ റിയൽമിയുടെ തന്നെ കമ്പനിയാണ് നാർസോ. അതുണ്ട്. അതിന്റെയൊക്കെ സ്റ്റോക്ക് ഇനിയും വരാനുണ്ട്. ഓപ്പൺ ആയതല്ലേ ഉള്ളൂ. അതിന്റേതായ ഒരു ചെറിയ സ്റ്റോക്കിന്റെ ഒരു ഇതുണ്ട്. അപ്പൊ കട്ടപ്പന ന്യൂ ഗാലക്സി മൊബൈലിലെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പം നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.